കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകൾ സഞ്ചാരിയുടെ ഡയറിക്കുറിപ്പുകളുടെ ഫോർമാറ്റ് ഒന്ന് മാറിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. ചിലർക്കൊന്നും അതിഷ്ടപ്പെട്ടില്ല, കുറേ പേർക്ക് അതിഷ്ടപ്പെട്ടു. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മളുടെ പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ, പ്രേക്ഷകരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ഏത് വഴിക്കൊക്കെ പോകുന്നു എന്ന്. സഞ്ചാരിയുടെ ഡയറിക്കുറിപ്പ് തുടക്കകാലത്ത് ബി ആർ പ്രസാദ് ഒത്ത് ഇങ്ങനെ ബി ആർ പ്രസാദ് ചോദ്യങ്ങൾ ചോദിക്കുകയും അല്ലെങ്കിൽ അദ്ദേഹത്തോട് ഞാൻ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്ന ഫോർമാറ്റിലായിരുന്നു. പിന്നീട് ബി ആർ പ്രസാദിന് ഒരസൗകര്യം വന്നു. അദ്ദേഹത്തിന് രോഗം കലശലായി. അദ്ദേഹത്തിന് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റാതായപ്പോൾ ഞാൻ തനിച്ച് കഥ പറയുന്ന സ്ഥിതിയിലേക്ക് മാറി. ആ ദിവസങ്ങളിലെ നിരന്തരമായ അഭിപ്രായങ്ങൾ പ്രേക്ഷകരിൽ നിന്നുണ്ടായത്, ബി ആർ പ്രസാദിനെ തിരികെ കൊണ്ടുവരൂ, അയാളില്ലാതെ ഞങ്ങൾക്ക് ഈ പരിപാടിയെ കാണണ്ട എന്നായിരുന്നു നിരവധി ആളുകൾ. അപ്പോൾ ബി ആർ പ്രസാദിൻ്റെ രോഗം എന്താണെന്നോ അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താണെന്നോ ഒന്നും എനിക്കൊരു ചാനലിലൂടെ വിവരിക്കാൻ കഴിയില്ല. ഒരു മനുഷ്യൻ്റെ വ്യക്തിപരമായ പ്രശ്നങ്ങളാണ്. ഇതൊന്നും ആളുകൾക്ക് മനസ്സിലാവുകയുമില്ല. എങ്കിലും നിരന്തരം മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്നു, ഞങ്ങളുടെ സഞ്ചാരിയുടെ ഡയറിക്കുറിപ്പ് ഇങ്ങനെയല്ല എന്ന്. ഒടുവിൽ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ സഞ്ചാരാനുഭവങ്ങൾ ഞാൻ തനിച്ചു പറയുന്നത് ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന സഞ്ചാരി ഡയറിക്കുറിപ്പായിട്ട് ക്രമേണ മാറുകയും ചെയ്തു. എന്നാൽ ഇടയ്ക്ക് എനിക്ക് അതുപോലെ തന്നെ ഒരു അസൗകര്യം വന്നപ്പോൾ ഈ അടുത്ത കാലത്ത് ഈ സഞ്ചാരി ഡയറിക്കുറിപ്പിൽ മറ്റൊരാളെ, രാജ് കലേഷിനെ, ഒരു അഭിമുഖകാരനായി അല്ലെ എൻ്റെ ഒപ്പം ഇരുന്ന് കഥ കേൾക്കുന്ന ഒരാളായി കൊണ്ടുവന്നപ്പോൾ ഇതേ പ്രേക്ഷകർ തന്നെ പറഞ്ഞു, ഞങ്ങൾക്ക് സഞ്ചാരിയുടെ ഡയറിക്കുറിപ്പിൽ ഒരാൾ തനിച്ച് കഥ പറയുന്ന, സന്തോഷ് ജോർജ് കുളങ്ങര ഞങ്ങളോട് നേരിട്ട് പറയുന്ന അനുഭവം മാത്രം മതി, കൂടെ ഒരാളിരിക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമേ അല്ല എന്ന്. അപ്പോൾ ഈ പ്രേക്ഷക അഭിരുചികൾ എന്നത് സ്ഥിരമായ ഒന്നല്ല എന്നാണ് നമ്മളിരുന്ന് പഠിക്കുന്നത്. എന്ന് മാത്രമല്ല, കുറച്ച് ദിവസങ്ങൾ, കുറച്ച് പരിപാടി, കുറച്ച് നാളുകൾ കണ്ടു കഴിയുമ്പോൾ അതാണ് ഏറ്റവും ഉദാത്തമെന്ന് അവർ ചിന്തിച്ചു തുടങ്ങുന്നു. അതിലൊരു മാറ്റവും വരുത്താൻ അവർ തയ്യാറാവുന്നില്ല. ഒരു ചെറിയ മാറ്റത്തിന് പോലും കേരള സമൂഹം എത്ര വിമുഖത കാണിക്കുന്നവരാണ് എന്ന് ഞാൻ പലപ്പോഴും തിരിച്ചറിയാറുണ്ട്. ഇതൊരു തമാശ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ കുറച്ച് തിരക്കുകളിലായിരുന്നു കഴിഞ്ഞ ഒരു മാസം. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എൻ്റെ കുടുംബത്തിലുണ്ടായിരുന്നു, എൻ്റെ സ്ഥാപനത്തിലുണ്ടായിരുന്നു, മറ്റ് ചില അടിയന്തര പ്രാധാന്യമുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു 4 എപ്പിസോഡുകൾ ഒന്നിച്ച് ഒറ്റ ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത് തീർക്കേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ ഒരാൾ തനിച്ച് സഞ്ചാരിയുടെ ഡയറിക്കുറിപ്പ് പറയുന്നതും മറ്റൊരാളോട് പറയുന്ന തമ്മില്ലാത്ത വ്യത്യാസം എന്ന് നിങ്ങൾ ചിലപ്പോൾ ചോദിച്ചേക്കാം. സഞ്ചാരിയുടെ ഡയറിക്കുറിപ്പ് തനിച്ച് ഇങ്ങനെ വന്നിരുന്ന് കഥ പറയുക എന്ന് പറയുന്നത് എനിക്ക് വളരെ സ്ട്രെയിനുള്ളൊരു ജോലിയാണ്. അത് ചിലപ്പോൾ അത്തരമൊരു പരിപാടി ഇങ്ങനെ ക്യാമറയിലേക്ക് നോക്കിക്കൊണ്ട് പ്രേക്ഷകരാണ് എൻ്റെ ക്യാമറയുടെ ലെൻസുകൾ എന്ന ഭാവത്തിൽ ഞാൻ സംസാരിക്കുകയും എൻ്റെ മുൻകാല യാത്രയുടെ അനുഭവങ്ങൾ ഓർത്തെടുത്ത് അതിലൊരു തെറ്റും വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തി കൃത്യമായി ഏതാണ്ട് ഒരു 45 മിനിറ്റ് നേരം ഇങ്ങനെ പറയുകയും ചെയ്യുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സ്ട്രെയിനുള്ള, വളരെ എഫേർട്ട് ആവശ്യമുള്ള കാര്യമാണ്. സഞ്ചാരിയുടെ ഡയറിക്കുറിപ്പിൻ്റെ ഷൂട്ടുള്ള ദിവസങ്ങൾ എൻ്റെ ഓഫീസിലെ ജോലികളും മറ്റും തിരക്കുകളും എല്ലാം ഞാൻ ഉച്ചയാകുന്നതോടുകൂടി അവസാനിപ്പിച്ച് ഉച്ച മുതൽ ഞാൻ അതിനുവേണ്ടി ഒരുങ്ങുക എന്ന് പറഞ്ഞാൽ, ആ കാലത്ത് പണ്ടത്തെ ഒരു യാത്രയുടെ കഥയാണ് പറയുന്നതെങ്കിൽ ആ യാത്രകളുടെ ദിവസങ്ങളിലെ എൻ്റെ അനുഭവങ്ങൾ, ഡയറിക്കുറിപ്പുകൾ, അല്ലെങ്കിൽ ആ എപ്പിസോഡുകളുടെ സ്ക്രിപ്റ്റ് മുഴുവനിരുന്നു പഠിക്കും, വായിക്കും, ഓർമ്മിച്ചെടുക്കും. അന്ന് സംഭവിച്ച കാര്യങ്ങൾ മുഴുവൻ അതിന് റെഫറൻസായി അന്നത്തെ സഞ്ചാരം കാണും. ഇങ്ങനെ ഏതാനും മണിക്കൂറുകൾ നീണ്ട ഒരു തയ്യാറെടുപ്പിന് ശേഷമാണ് ഞാൻ സ്റ്റുഡിയോയിലേക്ക് വരുന്നത്. സ്റ്റുഡിയോയിൽ വന്നാലും ഞാൻ പറഞ്ഞല്ലോ, ഏതാണ്ടൊരു 45 മിനിറ്റ് 50 മിനിറ്റ് വരെ ഞാൻ പറയും. അതിൽ തെറ്റുകൾ വരാം, വീണ്ടും തിരുത്തിയെടുക്കും. അങ്ങനെ ഏതാണ്ട് ഒരു അർദ്ധരാത്രി വരെയുള്ള, ഒരു ഉച്ചയ്ക്ക് തുടങ്ങിയ അർദ്ധരാത്രി വരെയുള്ള ഒരു എഫേർട്ട് കൊണ്ടാണ് ഓരോ എപ്പിസോഡ് സഞ്ചാരിയുടെ ഡയറിക്കുറിപ്പ് ഉണ്ടാകുന്നത്. എന്നാൽ ഒരു അഭിമുഖകാരൻ സൈഡിൽ വന്നിരുന്ന് എന്നോട് ചോദ്യം ചോദിക്കുകയും ഉത്തരം പറയുകയാണെങ്കിൽ എനിക്ക് വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് നിരവധി കാര്യങ്ങൾ പറയാൻ പറ്റും. ഒരാൾ കേൾക്കാൻ മുന്നിലുള്ള ഒരു അഭിമുഖ പരിപാടിയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ എളുപ്പമാണത്. അത് പെട്ടെന്ന് കഥകൾ പറഞ്ഞ് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഒരാളെ കൂടെ ഇരുത്തുന്നത്. അഭിമുഖ പരിപാടികൾ വളരെ സിമ്പിളാണ്, വളരെ എളുപ്പമാണ്. ഒരു ചോദ്യം ചോദിക്കാൻ ഒരാളുണ്ട്, നമ്മളെവിടെയെങ്കിലും ഒന്ന് സ്ലോ ആയാൽ അയാൾ നമ്മളെ ഒന്ന് പ്രോംപ്റ്റ് ചെയ്ത് തരും. അപ്പോൾ നമുക്ക് ആ കഥ പറഞ്ഞ് മുമ്പോട്ട് പോകാം. തന്നെയുമല്ല, കുറച്ചുകൂടെ കാഷ്വലായി കഥ പറയുന്ന ഒരു ഫീൽ കൊണ്ടുവരാനും പറ്റും. അതുകൊണ്ടാണ് അങ്ങനെ ഒരാളെ കൊണ്ടുവന്ന് ഇത്തരം എമർജൻസി സിറ്റുവേഷൻസ് വരുമ്പോൾ ഞാൻ ചെയ്യാറ്. കോവിഡ് കാലത്ത് കുറേ നാളുകൾ നമുക്ക് സ്റ്റുഡിയോയിൽ പ്രവർത്തനം നിലച്ചു പോകുമെന്ന് തോന്നിയ കാലത്തിലാണ് ഞാൻ ബൈജു എൻ നായരെ ഇതുപോലെ കൊണ്ടുവന്ന് 1-2 ദിവസങ്ങൾ കൊണ്ട് ഞങ്ങൾ 10-12 എപ്പിസോഡുകൾ ഷൂട്ട് ചെയ്ത് വെച്ചത്. അപ്പോഴും ഒരു അഭിമുഖ സ്വഭാവത്തിലായിരുന്നു സഞ്ചാരി ഡയറിക്കുറിപ്പ്. അതും കോവിഡ് വരുന്നു, അടുത്തൊരു ലോക്ക്ഡൗൺ വരാൻ പോകുന്നു, ഇനി ചിലപ്പോൾ സ്റ്റുഡിയോയിലേക്ക് ഗസ്റ്റുകൾക്ക് വരാൻ കഴിയില്ല, ഷൂട്ട് ചിലപ്പോൾ മുടങ്ങിയേക്കാം എന്ന തോന്നലുണ്ടായ സമയത്താണ് അങ്ങനെ എടുത്തു വെച്ചത്. വേറെ ഒരു പ്രധാന പ്രശ്നം കൂടിയുണ്ട്.
ഈ സഞ്ചാരിയുടെ ഡയറിക്കുറിപ്പുകൾ ഏകദേശം 625 എപ്പിസോഡുകൾ പിന്നിട്ട് കഴിഞ്ഞു. ഒരാൾ വന്നിരുന്ന് അയാളുടെ ജീവിതത്തിലെ യാത്രകളുണ്ടാക്കിയ അനുഭവങ്ങൾ, അതിൻ്റെ കഥകളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ 625 എപ്പിസോഡുകളായിട്ട്. ഇതിനൊക്കെ ഒരു അന്ത്യം ഉണ്ടാവും, ഈ അനുഭവങ്ങൾക്ക് ഒരു അവസാനം ഉണ്ടാവും. എല്ലാ ദിവസവും പറയാൻ മാത്രം, വർഷങ്ങളോളം പറയാൻ മാത്രം കഥകളൊന്നും നമ്മുടെ കയ്യിലില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ദിവസം സഞ്ചാരിയുടെ ഡയറിക്കുറിപ്പ് നിൽക്കുക തന്നെ ചെയ്യും. മറ്റെന്തെങ്കിലും ഫോർമാറ്റിൽ അത്തരം കഥകൾ, അല്ലെങ്കിൽ അത്തരങ്ങൾ ജീവിതാനുഭവങ്ങൾ, അല്ലെങ്കിൽ മറ്റ് സഞ്ചാരങ്ങൾ, മറ്റ് യാത്രകൾ, മറ്റ് ഫോർമാറ്റുള്ള പരിപാടികൾ ഇതിന് പകരം അവിടെ വരികയും ചെയ്യും. അപ്പോഴും ഈ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾക്ക് സഞ്ചാരിയുടെ ഡയറിക്കുറിപ്പ് മാത്രം മതി, മറ്റൊന്നും വേണ്ട എന്ന് പറയുന്ന കുറച്ച് ആളുകളുണ്ടാവുമെന്ന് എനിക്കറിയാം. പക്ഷേ ഏതാനും നാളുകൾ ആ പുതിയ പരിപാടി കണ്ടു കഴിയുമ്പോൾ അതിൻ്റെ പ്രേക്ഷകരായും സഞ്ചാരിയുടെ ഡയറിക്കുറിപ്പിൻ്റെ പ്രേക്ഷകന്മാരും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. താമസിയാതെ തന്നെ സഞ്ചാരിയുടെ ഡയറിക്കുറിപ്പിന് പകരമുള്ള ചില പരിപാടികൾ അവതരിപ്പിക്കാനും ഞാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ 28 വർഷങ്ങൾ യാത്ര ചെയ്ത് കഴിയുമ്പോൾ ഒരു മനുഷ്യന് അബദ്ധങ്ങൾ പറ്റാൻ, യാത്രയിൽ മണ്ടത്തരങ്ങൾ പറ്റാനുള്ള, അല്ലെങ്കിൽ കൗതുകങ്ങൾ നിറഞ്ഞ യാത്രാനുഭവങ്ങൾ കണ്ടെത്താനുള്ള അവസരങ്ങൾ വളരെ കുറയാണ്. കാരണം ഇപ്പോൾ യാത്രകൾ കൂടുതൽ സുഗമമാകുന്നു. ഏത് നാടിനെക്കുറിച്ചും കൃത്യമായി പഠിച്ച് എല്ലാ സൗകര്യങ്ങളും കൊണ്ട് യാത്ര ചെയ്യുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തി. ഇന്ന് ഏത് ആഫ്രിക്കൻ ഉൾനാടുകളിലേക്ക് യാത്ര ചെയ്യുമ്പോഴും എല്ലാ സൗകര്യങ്ങളും അവിടെയുണ്ട്. ഗതാഗത സൗകര്യങ്ങളുണ്ട്, ഇൻ്റർനെറ്റുണ്ട്, ഗൈഡുകളുണ്ട്, കൂടെ വരാൻ ആളുകളുണ്ട്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്. ചിലപ്പോഴൊക്കെ ചില വ്ളോഗുകളൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ചില ആളുകൾ അതിസാഹസികമായ ഉൾനാടുകളിലേക്കൊക്കെ പോയതാണെന്ന്. അവിടെയൊക്കെ ഈ പറഞ്ഞതുപോലെ ഇന്ന് ലോക നിലവാരമുള്ള സൗകര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. എങ്കിലും ഗ്രാമങ്ങൾ, ഒറ്റപ്പെട്ട ഗ്രാമങ്ങളുണ്ട്, അവികസിതമായ പ്രദേശങ്ങൾ നമുക്ക് കാണിക്കാൻ പറ്റും. പക്ഷേ എങ്കിലും പഴയ അത്ര അപകടകരമായ സാഹചര്യങ്ങളോ നമുക്ക് തിരിച്ചു വരാൻ കഴിയാത്ത സാഹചര്യങ്ങളോ ഒന്നും അവിടെ ഉണ്ടാകുന്നില്ല. ഇത് 27 വർഷത്തെ യാത്രയുടെ ഈ പുരോഗതിയിലൂടെ, ഈ മാറ്റങ്ങൾ കണ്ടുകൊണ്ടുള്ള യാത്രയിലൂടെ ഞാൻ പഠിച്ച കാര്യങ്ങളും മനസ്സിലാക്കുന്ന കാര്യങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ പല അത്ഭുത കഥകളും ഇനി പഴയതുപോലെ പറയാൻ ഇനിയുള്ള സഞ്ചാരങ്ങളിൽ ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എങ്കിലും വ്യത്യസ്തമായ അനുഭവങ്ങളും കഥകളും തേടി നമ്മുടെ സഞ്ചാരം തുടരുക തന്നെ ചെയ്യും. ഈ അബദ്ധങ്ങൾ പറ്റുന്ന കാര്യങ്ങൾ ഇപ്പോൾ അധികം പഴയതുപോലെ ഉണ്ടാകുന്നില്ല എന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഇപ്പോഴും വല്ലപ്പോഴുമൊക്കെ ഓരോ അബദ്ധങ്ങൾ പറ്റാറുണ്ട്. ഒക്ടോബർ മാസത്തിൽ, ഈ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ ഞാൻ സിംഗപ്പൂരിലേക്ക് ഒരു ചെറിയ യാത്ര നടത്തി. സഞ്ചാരത്തിന് വേണ്ടിയല്ല, അത് വെർജിൻ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു സുപ്രധാനമായ ഒരു മീറ്റിങ്ങിന് വേണ്ടി യാത്ര ചെയ്തതാണ്. അപ്പോൾ ആ യാത്രയിൽ പങ്കെടുക്കാൻ വേണ്ടി ഞാൻ കൊച്ചിയിൽ നിന്ന് രാത്രി 11 മണിക്ക് ശേഷമുള്ള ഒരു ഫ്ലൈറ്റിൽ ടിക്കറ്റ് എടുത്തു. സിംഗപ്പൂരിൽ ഒക്ടോബർ 25-ാം തീയതി വൈകിട്ടാണ് ഈ പരിപാടി, ഫംഗ്ഷൻ. അപ്പോൾ സമയത്തിൻ്റെ ഒരു ദൗർലഭ്യം നമുക്കുള്ളത് കൊണ്ട് തന്നെ അന്ന് രാവിലെ അവിടെ ചെന്നാൽ മതി. പകൽ സമയം കുറച്ച് നേരം വിശ്രമിക്കാം, അതിനുശേഷം വൈകിട്ട് ഈ പരിപാടി പങ്കെടുക്കാം. പിറ്റേ ദിവസം തന്നെ ഉച്ചയ്ക്കൊരു ഫ്ലൈറ്റുണ്ട്. ആ ഫ്ലൈറ്റിൽ കോലാലംപൂർ വഴി തിരിച്ചു വരാനുമാണ് പദ്ധതി ഇട്ടിരിക്കുന്നത്. വെള്ളിയാഴ്ച രാത്രിയാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ അങ്ങനെയാണ് ശനിയാഴ്ച പുലർച്ചെ നമ്മൾ സിംഗപ്പൂരിലെത്തുക. ഞാൻ ബാക്കി ജോലികളെല്ലാം തീർത്തു, ഓഫീസിലെ ജോലികളെല്ലാം തീർത്തു. വൈകുന്നേരം ഒരു 6 മണിയായപ്പോൾ എനിക്കൊരു മെയിൽ വന്നു, നിങ്ങൾ വെബ് ചെക്ക് ഇൻ ചെയ്യാം, ഇമ്മീഡിയറ്റായിട്ട് വെബ് ചെക്ക് ഇൻ ചെയ്യൂ, വെബ് ഇൻ്റർനെറ്റിലൂടെ ചെക്ക് ഇൻ ചെയ്ത് നിങ്ങൾ യാത്ര കുറച്ചുകൂടി എളുപ്പമാക്കാമെന്ന് പറഞ്ഞ് സിംഗപ്പൂർ എയർലൈൻസിൻ്റെ മെയിൽ വരുന്നു. ഞാൻ കയറി വെബ് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി സൈറ്റിൽ കയറി നോക്കുമ്പോൾ ഞെട്ടിക്കുന്ന കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 25-ാം തീയതിയാണല്ലോ എനിക്ക് സിംഗപ്പൂരിലെത്തേണ്ടത്. 25-ാം തീയതി പുലർച്ചെ പറക്കുന്ന വിമാനമാണ് രാത്രി. അപ്പോൾ 25-ാം തീയതിയിലെ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നു, എല്ലാം ഓക്കെയാണ്. പക്ഷേ ഒന്നുകൂടെ നോക്കിയപ്പോഴാണ് പിടിത്തം കിട്ടുന്നത്, ഇത് രാത്രി 11 മണിക്ക് ശേഷമാണ്. 25-ാം തീയതി രാത്രി 11 മണിയിലേക്കാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അതായത് നാളെ രാത്രി എന്ന് പറഞ്ഞാൽ നാളെ വൈകിട്ടാണ് പരിപാടി. ആ പരിപാടി കഴിഞ്ഞ് ഇവിടുന്ന് ഞാൻ വിമാനത്തിൽ പുറപ്പെടും, ബുക്ക് ചെയ്തിരിക്കുന്നത് വെച്ച്. വളരെ സുപ്രധാനമായൊരു മീറ്റിംഗാണ്. ഇത്തരത്തിൽ മീറ്റിങ്ങുകൾ ഇടയ്ക്കിടയ്ക്കെല്ലാം വെർജിൻ്റെ നടക്കുന്നുണ്ട്. നമ്മുടെ ആ വലിയ യാത്രയായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളുടെ ഭാഗമായിട്ടുള്ളതാണ്. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഞാൻ പുറകെ പറയാം. ഇനി എന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ തോന്നി ഒന്നുകൂടെ നോക്കാം, എങ്ങാനും ഫ്ലൈറ്റ് ടിക്കറ്റ് അവൈലബിൾ ആണെങ്കിലോ. ഞാൻ വീണ്ടും സൈറ്റിൽ കയറുന്നു, സിംഗപ്പൂർ എയർലൈൻസിൻ്റെ അല്ലെങ്കിൽ സ്കൈ സ്കാനറിൽ കയറുന്നു, പരിശോധിക്കുന്നു. ഭാഗ്യവശാൽ എനിക്ക് ബിസിനസ് ക്ലാസ്സിലേക്ക് ഒരു ടിക്കറ്റ് കിട്ടുന്നു. മടക്കയാത്ര കറക്റ്റാണ്, മടക്കയാത്രയ്ക്ക് നേരത്തെ എടുത്ത ടിക്കറ്റ് ഉപയോഗിക്കാം. അപ്പം തന്നെ കയറി ബുക്ക് ചെയ്യുന്നു, എനിക്ക് ടിക്കറ്റ് കിട്ടുന്നു. ഇനി ഏതാനും മണിക്കൂറുകളുള്ള വിമാനം പുറപ്പെടാൻ. അപ്പോഴത്തേക്കും മണി 7 രാത്രി. ഒരു 8:30-9 മണിക്കെങ്കിലും എയർപോർട്ടിലെത്തണം, കാരണം 11 മണിക്ക് ശേഷമാണ് ഫ്ലൈറ്റ്. പെട്ടെന്നൊരുങ്ങി റെഡിയായി എല്ലാം പാക്ക് ചെയ്തു, നേരെ എയർപോർട്ടിലേക്ക് ഓടുന്നു. എയർപോർട്ടിൽ ചെല്ലുന്നു, കൃത്യം 2 മണിക്കൂർ മുമ്പ് അവിടെ എത്തി. ചെക്ക് ഇൻ നടപടികളെല്ലാം കഴിഞ്ഞു, പറന്നു, മീറ്റിങ്ങിൽ പങ്കെടുത്തു, എല്ലാം ഭംഗിയായി അവസാനിച്ചു.
ഇതുപോലെ വേറൊരു അബദ്ധം എനിക്ക് ഐസ്ലൻഡ് യാത്രയ്ക്കിടയ്ക്ക് പറ്റി. ഐസ്ലൻഡ് നിങ്ങൾ ആ ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ടാവാം. നമ്മൾ സഞ്ചാരം ഗ്രൂപ്പ് ആയിട്ടുള്ള യാത്രകളിൽ ഒരു യാത്രയായിരുന്നത്. സഞ്ചാരം ടൂർ കമ്പനി പ്രവർത്തനം ആരംഭിച്ചിട്ട് ഏതാണ്ട് 1.5 വർഷമായി. കഴിഞ്ഞ 1.5 വർഷമായിട്ട് നിരന്തരമായി ടൂറുകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വിവിധ രാജ്യങ്ങളിലേക്ക്. സഞ്ചാരത്തിൻ്റെ സ്ഥിരം പ്രേക്ഷകരാണ് അതിൽ യാത്ര ചെയ്യുന്നവർ കൂടുതലും. അപ്പോൾ ഇങ്ങനെ ഒരു ടൂറ് നമ്മൾ ഐസ്ലാൻഡിലേക്ക് കഴിഞ്ഞ വർഷം നടത്തുകയുണ്ടായി. നിങ്ങളത് കണ്ടതാണ് ആ എപ്പിസോഡ്. ഐസ്ലൻഡിൽ പോയി 4-5 ദിവസം ഞാൻ ആ ഗ്രൂപ്പിനൊപ്പം ഉണ്ടായിരുന്നു. പക്ഷേ ഗ്രൂപ്പിനൊപ്പം ഉള്ളപ്പോഴും ഞാൻ പോയത് പലതും എൻ്റേതായ വഴികളിലൂടെയാണ്. അതായത് അവിടെ ചെന്നിറങ്ങിയാൽ ഞാൻ ഒരു മലയാളി സുഹൃത്തിൻ്റെ സഹായത്തോടെ സഞ്ചാരത്തിൽ സാധാരണ എങ്ങനെ പോകുന്നു അങ്ങനെ ഉള്ള രീതിയിൽ പല കാഴ്ചകളിലേക്ക് പോകുന്നു, ഷൂട്ട് ചെയ്യുന്നു, തിരിച്ചു വരുന്നു. എന്നാൽ ആ ഗ്രൂപ്പിനൊപ്പം ഞാൻ യാത്ര ചെയ്യുകയാണ്, ബസ്സിൽ യാത്ര ചെയ്യുകയാണെങ്കിലും ആ ബസ്സിലുള്ള പാസഞ്ചേഴ്സിൻ്റെ 2-3 ഷോട്ടുകൾ അത് കൂടിപ്പോയാൽ ഒരു 25 സെക്കൻഡാണ് വരുന്നത്. ബാക്കി മുഴുവൻ ഞാൻ തനിച്ച് യാത്ര ചെയ്യുമ്പോൾ കാണിക്കുന്ന കാഴ്ചകളും യാത്ര ചെയ്യുമ്പോൾ കാണുന്ന കാഴ്ചകളും തന്നെയാണ് അതിനകത്ത് വരുന്നത്. എങ്കിലും എനിക്കറിയാം നമ്മുടെ പ്രേക്ഷകർക്ക് കൂടുതൽ ഇഷ്ടം ഞാൻ കുറച്ച് കഷ്ടപ്പെട്ട് യാത്ര ചെയ്യുന്നതും ബസ്സിലല്ലാതെ ബസ് അന്വേഷിച്ച് വഴിയരികിൽ നിന്ന് ലൈൻ ബസ്സിൽ കയറി പോകുന്നതൊക്കെയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ കംഫർട്ടബിളായ യാത്രകളാണെന്ന് ഞാൻ നടത്തുന്നതെന്ന് തോന്നിയാൽ അപ്പോൾ തന്നെ പ്രേക്ഷകർ പറയും നിങ്ങളിങ്ങനെ സുഖിച്ച് യാത്ര ചെയ്യുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് നിങ്ങൾ കുറച്ചുകൂടി അലഞ്ഞ് യാത്ര ചെയ്യണം. അതുകൊണ്ട് ഞാൻ എൻ്റെ പരമാവധി യാത്രകൾ അങ്ങനെ അലഞ്ഞ് യാത്ര ചെയ്യുന്നതാക്കാൻ ശ്രമിക്കാറുണ്ട്. എങ്കിലും ഇന്നത്തെ കാലത്ത് നമ്മൾ യാത്ര ചെയ്തൊരു വിദേശ രാജ്യത്ത് ചെല്ലുമ്പോൾ, ഞാൻ ചെല്ലുന്നുണ്ടെന്ന് അറിയുമ്പോൾ പല ആളുകളും സുഹൃത്തുക്കൾ ധാരാളം മലയാളികൾ നിന്ന് വിദേശ രാജ്യങ്ങളുള്ളതുകൊണ്ട് അവരൊക്കെ അന്വേഷിച്ച് വരികയും അവരുടെ കാറ്, അവരുടെ വാഹനം, അവരുടെ ഫെസിലിറ്റികൾ നമുക്ക് യാത്ര ചെയ്യാൻ സൗകര്യപ്രദമാക്കി തരികയും ചെയ്യാറുണ്ട്. അത് ചിലതൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് തനിച്ച അന്വേഷിച്ച് കണ്ടുപിടിച്ചാൽ പോയാൽ എത്തുന്നതിനേക്കാൾ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് നമുക്ക് എത്താൻ പറ്റും, കൂടുതൽ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാൻ പറ്റും, അവരുടെ അറിവ് കൂടെ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയും. അതുകൊണ്ടാണ് അങ്ങനെ പോകുന്നത്. നമ്മൾ ബീഹാറിലൂടെ യാത്ര ചെയ്തപ്പോഴും നമ്മൾ തമിഴ്നാട്ടിലെ ഉത്തരഭാഗത്തൂടെ യാത്ര ചെയ്തപ്പോഴും ഒക്കെ അങ്ങനെ ആ സുഹൃത്തുക്കളുടെ സഹായം കൂടി ഉള്ളതുകൊണ്ടാണ് അത് സാധ്യമായത്. ചിലപ്പോൾ നമ്മളാണ് ടാക്സി വിളിക്കുന്നത്, ചിലപ്പോൾ അവരുടെ കാറിലായിരിക്കും ചിലപ്പോൾ യാത്ര ചെയ്യുന്നത്. ഇത് രണ്ടും ആണെങ്കിലും നമുക്ക് വ്യത്യാസമൊന്നുമില്ല. കാരണം ഒരു ദിവസം ഒരു കാറ് വിളിക്കുന്നതിന് ഇത്രയേ വാടകയുള്ളൂ. അതൊന്നും താങ്ങാൻ പറ്റാത്തൊരു ചാനലൊന്നുമല്ല സഫാരി. അങ്ങനെ ഐസ്ലാൻഡിലുള്ള ഒരു മരങ്ങാട്ട് പുള്ളിക്കാരൻ സാം ഹരിദാസ് ഞാൻ എയർപോർട്ടിൽ ചെന്നിറങ്ങുമ്പോൾ തന്നെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞിരുന്നു, നമ്മളുടെ ഈ പരസ്യം കണ്ടപ്പോൾ തന്നെ അദ്ദേഹം എന്നെ വിളിച്ചു, സാറ് ഒരു ഗ്രൂപ്പുമായിട്ട് വരുന്നുണ്ടല്ലേ, ഞാനവിടെ കാത്തു നിൽക്കുന്നുണ്ട്, നമുക്ക് കാണണം, എൻ്റെ കാറിൽ വേണം സാറ് ഹോട്ടലിലേക്ക് പോകാൻ എന്നൊക്കെ. അപ്പോൾ അദ്ദേഹമായിട്ട് വേറൊരു ബന്ധമുണ്ട്. അദ്ദേഹം കുറേ കാലം മുമ്പ്, അദ്ദേഹത്തിന് ഒരു ജോലിയൊക്കെ ആവുന്നതിന് മുമ്പ്, അദ്ദേഹം ഒരു ഷെഫാണ്. ആ ജോലിയൊക്കെ കിട്ടുന്നതിന് മുമ്പ് ലേബർ ഇന്ത്യയുടെ ഒരു ബൈൻഡിങ് യൂണിറ്റിൽ കുറച്ച് കാലം ജോലി ചെയ്തിരുന്നു. ലേബർ ഇന്ത്യയുടെ മാസികകളുടെ ബൈൻഡിങ് മരങ്ങാട്ടുപള്ളിയിൽ പരിസരത്തുള്ള കുറേയേറെ വീട്ടുകാർക്കാണ് കൊടുത്തിരുന്നത്. ഒരു കോട്ടേജ് ഇൻഡസ്ട്രി പോലെ വീടുകളിൽ അവർ ബൈൻഡ് ചെയ്യും. ഇവിടെ നിന്ന് അതിൻ്റെ ഫോറം പേപ്പറുകളൊക്കെ എടുത്തുകൊണ്ട് പോകും, ബൈൻഡ് ചെയ്ത് തിരിച്ച് കൊണ്ടുതരും. അങ്ങനെ ആ ഓരോ വീട്ടിലും 10-15 ആളുകളൊക്കെ വീതം ജോലി ചെയ്യുന്നുണ്ടാവും. 10-12 ഇത്തരം ബൈൻഡിങ് യൂണിറ്റുകൾ ഈ ഗ്രാമത്തിൽ പലയിടത്തായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ അതിലെ കട്ടിങ് നടത്തുന്ന, മാഗസിൻ കട്ട് ചെയ്യുന്ന ഒരു യൂണിറ്റിലാണ് സാം ഹരിദാസ് കുറച്ച് കാലം ജോലി ചെയ്തിരുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ഈ വിദേശത്തെ സാധ്യതകൾ വന്നു, ഐസ്ലൻഡിലേക്ക് പോവുകയും ചെയ്തു. അദ്ദേഹം അവിടെ ഉണ്ടെന്ന കാര്യം ഞാൻ മറന്നുപോയിരുന്നെങ്കിലും അദ്ദേഹം ഈ പരസ്യം കണ്ടപ്പോഴേ ഉടനെ തന്നെ എന്നെ വിളിച്ചു. അങ്ങനെ ഞാനവിടെ ചെല്ലുമ്പോൾ കാറുമായിട്ട് അദ്ദേഹമുണ്ട്. ഞങ്ങൾ ബ്ലൂ ലഗൂൺ എന്ന് പറയുന്ന സ്ഥലത്തേക്കും അഗ്നിപർവ്വതം, ഇന്നും അഗ്നിപർവ്വതം മുഖമായിരിക്കുകയും അവിടെ ചൂട് നീരുറവകൾ തളം കെട്ടി നിൽക്കുന്ന വലിയ തടാകങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്ത് നിരവധി കാഴ്ചകളിലേക്ക് അതെല്ലാം സഞ്ചാരത്തെ കണ്ടതാണ്. അങ്ങനെ 4-5 ദിവസം ഞാൻ തിരിച്ച് മടങ്ങുകയാണ്. ടൂർ സംഘം 10-13 ദിവസം ഐസ്ലൻഡിലുണ്ടാവും. പക്ഷേ എനിക്ക് നേരത്തെ മടങ്ങണം, അത്രയും ദിവസം എനിക്ക് സ്പെൻഡ് ചെയ്യാനില്ല. അതുകൊണ്ട് തന്നെ 4-ാമത്തെ ദിവസമോ 5-ാമത്തെ ദിവസമോ ഞാൻ മടങ്ങുമ്പോൾ തിരിച്ച് റെയ്ക്യാവിക് എന്ന് പറയുന്ന തലസ്ഥാന നഗരത്തിലേക്ക് എത്തി. ഇനി മടങ്ങണം. റെയ്ക്യാവിക്കിലല്ല പ്രധാന വിമാനത്താവളം. റെയ്ക്യാവിക് എന്ന തലസ്ഥാന നഗരത്തിൽ നിന്ന് 1 മണിക്കൂറോളം യാത്ര ചെയ്തെത്തുന്ന കെഫ്ലാവിക് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ എയർപോർട്ട്. അപ്പോൾ ഈ സാം ഹരിദാസാണ് എന്നെ അവിടെ നിന്ന് കാറിൽ ഈ കെഫ്ലാവിക്കിൽ കൊണ്ടുവന്നാക്കുന്നത്. കെഫ്ലാവിക്കിൽ നിന്ന് പുലർച്ചെയാണ് ഫ്ലൈറ്റ്. എങ്കിലും ഞങ്ങൾ രാത്രി തന്നെ കെഫ്ലാവിക്കിലെത്തി. കാരണം കെഫ്ലാവിക്കിലെ പാർക്കിൻ ഹോട്ടലിൽ ഞാൻ മുറി ബുക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ വന്ന് കിടന്നുറങ്ങി പുലർച്ചെ എയർപോർട്ടിലേക്ക് പോകാമെന്നും അവിടെ നിന്ന് കോപ്പൻഹേഗനിലേക്ക് അല്ലെങ്കിൽ ഡെൻമാർക്കിൻ്റെ തലസ്ഥാനത്തേക്ക് മടങ്ങാമെന്നാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. അങ്ങനെ സാം ഹരിദാസ് ജോലി ചെയ്യുന്ന നേപ്പാളി റെസ്റ്റോറൻറ്റിൽ നിന്ന് അത്താഴമൊക്കെ കഴിച്ച് എന്നെ സാം ഈ പാർക്കിൻ ഹോട്ടലിൽ കൊണ്ടുവന്നാക്കുന്നു. അപ്പോഴത്തേക്കും രാത്രി ഒരു 11 മണിയൊക്കെ ആയി. ഈ ഹോട്ടലിൽ കയറി ചെല്ലുന്നു, റിസപ്ഷനിലേക്ക് ചെന്നു, ചെക്ക് ഇൻ ചെയ്തു.
ഞാൻ മുറിയിലേക്ക് പോകാൻ നോക്കുമ്പോൾ അതിൻ്റെ വഴി എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു ഷോപ്പിംഗ് മാളിനകം പോലെയാണ് കുറേ ഭാഗങ്ങളൊക്കെ. അവിടെ കുറച്ച് ഷോപ്പുകളൊക്കെ ഉണ്ട് ഈ ലോബി ഏരിയയിൽ. അപ്പോൾ കുറച്ച് വിസ്തൃത കൂടുതലായതുകൊണ്ട് ഞാൻ വീണ്ടും തിരിച്ച് ഈ ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, ഇതെങ്ങനെയാണ് ഈ മുകളിലത്തെ നിലയിലേക്ക് പോകുക? എനിക്ക് 2ാം നിലയിലും 3ാം നിലയിലും മറ്റാണ് മുറി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് നേരെ അങ്ങ് നടക്കുക, അങ്ങനെ ചെല്ലുമ്പോൾ ഇടത്തോട്ട് തിരിയണം, പിന്നെ കുറച്ച് നടക്കണം, വലത്തോട്ട് തിരിയണം, ഇങ്ങനെ പോയാൽ ഈ ലിഫ്റ്റിലെത്തൂ. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് ഇങ്ങനെ ഒരു ഹോട്ടൽ ഡിസൈൻ ചെയ്തത്? അപ്പോൾ അദ്ദേഹവും ചിരിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇതൊരു വലിയ തമാശ, എല്ലാവരും എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ മുറിയിലേക്ക് ചെല്ലുന്നത്. മുറിയിൽ പോകുന്നു. ഞാൻ എല്ലാ യാത്രയിലും എവിടെയാണെങ്കിലും ഏത് രാജ്യത്തേക്ക് യാത്ര ചെയ്താലും രാവിലെ ഞാൻ ഉണരേണ്ട സമയം അലാം സെറ്റ് ചെയ്തിട്ടാണ് കിടക്കുക. മൊബൈൽ ഫോണിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. പണ്ടൊക്കെ എനിക്ക് അലാം ക്ലോക്ക് തന്നെ ഉണ്ടായിരുന്നു, ഒരു ചെറിയ ക്ലോക്ക്, അതൊക്കെ ആയിട്ടായിരുന്നു അന്ന് പോയിരുന്നത്. ഇപ്പോൾ മൊബൈൽ സെറ്റ് ചെയ്യും. അപ്പോൾ അതിൽ എവിടെ കിടന്നാലും കേൾക്കത്തക്ക പോലെ, അല്ലെങ്കിൽ ഏത് ഉറക്കത്തിലും ഉണരുന്ന തരത്തിലുള്ള ഏറ്റവും ശബ്ദം കൂടിയ അലാം സൗണ്ടൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് കിടന്നുറങ്ങുക. ഇത്തവണയും എല്ലാം സെറ്റ് ചെയ്തു. ഞാൻ ഏത് രാജ്യത്ത് ചെന്നാലും ഏത് ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്താലും ആദ്യത്തെ നടപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുറിയിൽ ചെന്ന് പിറ്റേ ദിവസം യാത്ര തുടരേണ്ടതാണെങ്കിൽ ആ രാവിലെ ധരിക്കേണ്ട വസ്ത്രം എടുത്ത് പുറത്ത് വെച്ച്, ബ്രഷ് ചെയ്യാനുള്ള ഉപകരണങ്ങൾ, കുളിക്കാനുള്ള സാധനങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ഇത് മാത്രം എടുത്ത് പുറത്ത് വെച്ചിട്ട് ബാക്കിയെല്ലാം മടക്കി ഒരുക്കി വൃത്തിയാക്കി പാക്ക് ചെയ്തതിന് ശേഷമേ ഞാൻ കിടന്നുറങ്ങൂ. കാരണം രാവിലെ എനിക്ക് ആ കുളി അല്ലെങ്കിൽ ഫ്രഷായി കഴിഞ്ഞ് വന്ന് ആ വസ്ത്രം എടുത്ത് ധരിച്ച് പോകുക എന്നുള്ളതല്ലാതെ പിന്നെ ആ മുറിക്കകത്ത് എന്താ മറന്നുപോയെന്ന് നോക്കേണ്ട കാര്യമില്ല. രാവിലത്തെ തിരക്കിനിടയ്ക്ക് വല്ല ഉപേക്ഷിച്ചിട്ട് പോകേണ്ടി വരാറില്ല, അല്ലെങ്കിൽ മടക്കി വെക്കേണ്ട പാക്ക് ചെയ്യേണ്ട സമയം കളയേണ്ട ആവശ്യം വരാറില്ല. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മൾ ഈ യാത്രകളെ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെയാണ് ഞാൻ സാധാരണഗതിയിൽ ഉറങ്ങാൻ കിടക്കുക, ഏത് രാജ്യത്ത് ചെന്നാലും ഏത് ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്താലും. അപ്പോൾ അതെല്ലാം ചെയ്തു, കിടന്നു, ഉറങ്ങി. പിന്നെ ഒന്നും ഓർമ്മയില്ല, നമുക്കറിയാമല്ലോ, ഒരൊറ്റ ഉറക്കമാണ്. പിന്നെ ഞാൻ ഉണരുന്നത് എൻ്റെ വാതിലിൽ ആഞ്ഞാഞ്ഞ് മുട്ടുന്ന ശബ്ദം കേട്ടിട്ടാണ്. ആദ്യം ഞാനത് മൈൻഡ് ചെയ്തില്ല, വേറെന്തോ ശബ്ദം പോലെ എനിക്ക് തോന്നി. എവിടെയാണെന്നൊന്നും നമ്മൾ ഓർമ്മയില്ലല്ലോ, കിടക്കുന്നതും ഉറങ്ങുന്നതും. വീണ്ടും കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും മുട്ടുന്നു. പിന്നെ ആരോ വിളിക്കുന്നു. ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റപ്പോൾ എനിക്കൊരു കാര്യം പെട്ടെന്ന് മനസ്സിൽ കത്തി. അലാം അടിച്ചില്ല. ഇതെവിടെയാണ്? ഐസ്ലാൻഡിലാണ്, കെഫ്ലാവിക്കിലാണ്. രാവിലെ 6 മണിയുടെ വിമാനത്തിൽ എനിക്ക് പുറപ്പെടേണ്ടതാണ്. 4 മണിക്കെങ്കിലും എയർപോർട്ടിൽ എത്തേണ്ടതാണ്. ഈ രാജ്യത്ത് നിന്ന് അടുത്ത രാജ്യത്തേക്ക് പറക്കുന്ന വിമാനമാണ്. 4 മണിക്ക് എയർപോർട്ടിൽ എത്തണമെങ്കിൽ ഞാൻ 3 മണിക്കെങ്കിലും ഉണർന്ന് റെഡിയായി, അരമണിക്കൂർ മതി തൊട്ടടുത്ത എയർപോർട്ട്. അതിനുവേണ്ടി അലാം വെച്ചതാണ്. നോക്കുമ്പോൾ സമയം 3:30 ആയിരിക്കുന്നു. അപ്പോഴത്തേക്കും ഞാൻ ഉണർന്നു എന്ന് ശ്രദ്ധിച്ചത് കൊണ്ടായിരിക്കണം, പുറത്തുനിന്നൊരു ശബ്ദം കേട്ടു. ടാക്സി ഈസ് വെയിറ്റിംഗ് ഫോർ യു, ഐ ആം റെഡി എന്ന് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് പല്ലുതേ കുളി സർവ്വതും അങ്ങ് വിസ്മരിച്ചു. വസ്ത്രം മാറി പെട്ടെന്ന് ലഗേജുമായിട്ട് പുറത്തേക്ക് ഇറങ്ങി ഓടി. ഇതിനെല്ലാം കൂടി ഒരു 3-4 മിനിറ്റ് എടുത്തുള്ളൂ. താഴെ ചെല്ലുമ്പോൾ ഒരു ടാക്സിക്കാരൻ ഇങ്ങനെ അക്ഷമനായിട്ടിരിക്കുക, ഒരു ടെസ്ല കാറുമായിട്ടാണ് ആൾ വന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ തന്നെ പേയ്മെൻ്റ് എല്ലാം നടത്തിയിരുന്നു. ഞാൻ റിസപ്ഷനിൽ ചോദിച്ചു, എന്തെങ്കിലും പേയ്മെൻ്റ് ഉണ്ടോ? ഇല്ല. എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഇല്ല, പെട്ടെന്ന് പോയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഓടിച്ചെന്ന് ടാക്സിയിലേക്ക് കയറുന്നു. ടാക്സിക്കാരൻ എന്നെയും കൊണ്ട് എയർപോർട്ടിലേക്ക് പോകുന്നു. ഞാൻ പറഞ്ഞു, സോറി, തലേദിവസം ഞാൻ ചെക്ക് ഇൻ ചെയ്യുമ്പോൾ തന്നെ ഞാൻ റിസപ്ഷനിസ്റ്റിനോട് പറഞ്ഞിരുന്നു, എനിക്ക് രാവിലെ 3:30 ആകുമ്പം ഒരു കാറ് വരണം, ഒരു ടാക്സി വേണം എയർപോർട്ടിലേക്ക് പോകാൻ. അയാൾ പറഞ്ഞു 10-15 മിനിറ്റ് മതി ഇവിടുന്ന് എയർപോർട്ടിലേക്ക്, അതുകൊണ്ട് 3:30 തന്നെ പുറപ്പെട്ടോളൂ, കുഴപ്പമില്ല, 6 മണിക്കല്ലേ ഫ്ലൈറ്റ് ഉള്ളത്, നിങ്ങൾക്ക് അരമണിക്കൂർ കൊണ്ട് എത്താം, ഒരു 2 മണിക്കൂർ മുമ്പ് അവിടെ ചെന്നാൽ മതി. അപ്പോൾ കാറിലിങ്ങനെ പോകുമ്പോൾ ഞാൻ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് അലാം അടിക്കാത്തത്? ഞാൻ മൊബൈൽ ഫോൺ എടുത്ത് നോക്കി. മൊബൈൽ ഫോണിൽ നോക്കുമ്പോൾ ആ അലാം സെറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് അത് ഓക്കെയാണ്. എനിക്ക് പെട്ടെന്നൊരു ഓർമ്മ വന്നു, ഞാനൊരു സ്വപ്നം കാണുമായിരുന്നു. ഈ സ്വപ്നത്തിൽ ഞാൻ എന്തോ തിരക്കിട്ട ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആരുടെയോ കോൾ വരുന്നു. ഞാൻ ഫോൺ എടുത്ത് അത് ഓഫ് ചെയ്യുന്നു. വീണ്ടും കോൾ വരുന്നു, ഞാൻ വീണ്ടും ഡിക്ലൈൻ ചെയ്യുന്നു. പിന്നെ ഞാൻ ഫോൺ തന്നെ ഓഫാക്കിയിട്ട് അവിടെ വെക്കുന്നു. ഇത്രയും ഒരു സ്വപ്നം പോലെ എൻ്റെ ഓർമ്മയിലുണ്ട്. ഇതായിരിക്കാം സംഭവിച്ചിട്ടുണ്ടാകുക. അലാം അടിക്കുന്നു, അത് ഫോണാണെന്ന് തെറ്റിദ്ധരിച്ച് ഉറക്കത്തിൻ്റെ ആ തീവ്രതയിൽ ഞാനതെടുത്ത് സൈലൻ്റാക്കി വെച്ചു പലതവണ. അങ്ങനെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും ചിലപ്പോൾ ഒറ്റയ്ക്കുള്ള യാത്രകളിൽ സംഭവിക്കാം. ഏതായാലും ആ മടക്കയാത്രയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. എയർപോർട്ടിൽ കൃത്യസമയത്തെത്തി, ചെക്ക് ഇൻ ചെയ്തു. സെൽഫ് ചെക്ക് ഇനൊക്കെയാണ്, അതുകൊണ്ട് എളുപ്പത്തിൽ കാര്യങ്ങൾ നടന്നു. പെട്ടെന്ന് തന്നെ എമിഗ്രേഷന് എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് ഗേറ്റിലെത്തി, വിമാനത്തിൽ കയറി മടക്കയാത്ര ആരംഭിച്ചു. മടക്കയാത്രയിലൊരു രസകരമായ സംഭവം കൂടി ഉണ്ടായി. ഞാൻ അങ്ങോട്ട് പോയ ആ വിമാന കമ്പനിയെ, മടക്കയാത്രയിൽ ഞാൻ സഞ്ചരിച്ച ആ വിമാന കമ്പനിയുടെ അവസാനത്തെ ഫ്ലൈറ്റ് ആയിരുന്നു അത്. അതായത് ഐസ്ലാൻഡിൽ നിന്ന് കോപ്പൻഹേഗനിലേക്ക്
അല്ലെങ്കിൽ കോപ്പൻഹേഗനിൽ നിന്ന് ഐസ്ലാൻഡിലേക്കുള്ള അവസാനത്തെ പറക്കലായിരുന്നു അതെന്ന് ഞാൻ തിരിച്ച് നാട്ടിൽ വന്ന് ആ വിമാനക്കമ്പനിയെക്കുറിച്ച് അന്വേഷിക്കുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈയിടെ സഞ്ചാരത്തിൻ്റെ സംഘത്തിനൊപ്പം യാത്ര നടത്തിയതിലെ മറ്റൊരു പ്രമുഖ രാജ്യം ജപ്പാനായിരുന്നു. ജപ്പാൻ കൊറിയ. ഈ ജപ്പാൻ കൊറിയയിലേക്കൊക്കെ പല ടൂറുകൾ ഇതിനോടകം പോയി കഴിഞ്ഞു കേട്ടോ. ജപ്പാൻ കൊറിയ 2-3 ടൂറുകൾ പോയി. ഇപ്പോൾ ഈ വെക്കേഷനിൽ ഈ ഏപ്രിൽ മാസത്തിലും 2 ടൂറുകൾ പോകുന്നുണ്ട്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിരവധി ടൂറുകൾ നമ്മൾ അമേരിക്കയിലേക്ക്, യൂറോപ്പിലേക്ക്, അതുപോലെ തന്നെ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലേക്ക് ഒക്കെ ഒന്നിലേറെ ടൂറുകൾ നടക്കുന്നുണ്ട്. ഏപ്രിൽ മെയ് മാസത്തിൽ തന്നെ 10-20ഓളം ടൂറുകൾ സഞ്ചാരത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലേക്ക്, ചൈന, മംഗോളിയ ഉൾപ്പെടെ, ജപ്പാൻ, കൊറിയ ഉൾപ്പെടെ പല രാജ്യങ്ങളിലേക്ക് നടക്കുന്നുണ്ട്. അതൊക്കെ നിരന്തരമായി നടക്കുന്ന ഒരു വലിയ ടൂർ ഓപ്പറേഷൻ ഡിവിഷനായിട്ട് തന്നെ അത് ഈ 1.5 വർഷം കൊണ്ട് മാറിക്കഴിഞ്ഞു. അപ്പോൾ ജപ്പാൻ യാത്രയിലും ഒരു രസകരമായ സംഭവം ഉണ്ടായി. അത് രസകരം എന്നതിനേക്കാൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചൊരു യാത്രയായിരുന്നു. നമ്മുടെ ഗ്രൂപ്പ് ഇവിടെ നിന്ന് യാത്ര പുറപ്പെട്ട് ഒരു ദിവസം കഴിഞ്ഞാണ് ഞാൻ ഇവിടുന്ന് പുറപ്പെടുന്നത്. കാരണം എനിക്ക് അന്ന് ചില തിരക്കുകളുണ്ടായിരുന്നു, ഇവിടുന്ന് ഒഴിവാക്കാൻ പറ്റാത്ത ചില പരിപാടികളുണ്ടായിരുന്നു, ഷൂട്ട്, ചില മീറ്റിങ്ങുകളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ആദ്യ ദിവസം നമ്മുടെ ഗ്രൂപ്പ് ടോക്കിയോയിലെത്തി. ടോക്കിയോ നഗരത്തിലെ കാഴ്ചകളെല്ലാം കണ്ടു. അന്ന് രാത്രി അവർ ഹോട്ടലിൽ മടങ്ങിയെത്തി. അവർ മടങ്ങിയെത്തിയ ആ രാത്രിയാണ് ഞാൻ ഇവിടെ നിന്ന് ടോക്കിയോയിലെത്തുന്നത്. ആ സംഘം താമസിക്കുന്ന അതേ ഹോട്ടലിൽ തന്നെ ഞാനും താമസിക്കുന്നു. രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നിടത്ത് വെച്ചാണ് കണ്ടുമുട്ടുന്നത്. എല്ലാവർക്കും വലിയ എക്സൈറ്റ്മെൻറ്റായി, സന്തോഷമായി. നമ്മളും കൂടെ ഗ്രൂപ്പിൻ്റെ കൂടെ ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ യാത്ര ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. കുശലമൊക്കെ പറഞ്ഞ്, കഥയൊക്കെ പറഞ്ഞ്, തമാശകളൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ആ ദിവസത്തെ യാത്ര ആരംഭിക്കുകയാണ്. അപ്പോൾ അന്ന് ടോക്കിയോയിൽ നിന്ന് പുറത്തേക്ക് പോകണം. ഫ്യൂജി അഗ്നിപർവ്വതത്തിൻ്റെ ചുവട്ടിലേക്ക് പോകണം. അവിടെ ചില ഗ്രാമങ്ങളിലേക്ക് പോകണം. മനോഹരമായൊരു തടാകത്തിലൂടെ ബോട്ട് യാത്രയുണ്ട്. തുടർന്ന് ദീർഘമായ കുറേ യാത്ര ജപ്പാൻ്റെ ഉൾനാടുകളിലൂടെയുണ്ട്. ഇതൊക്കെയാണ് അന്നത്തെ ഒരു പ്രധാന പരിപാടി. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കാണുന്നത് വഴിയോരങ്ങളിൽ മുഴുവൻ പൂത്തൊലഞ്ഞ് നിൽക്കുന്ന ചെറി മരങ്ങളാണ്. വെളുത്ത ചെറി മരങ്ങളുമുണ്ട്, വെളുത്ത പൂക്കളുള്ള ചെറി മരങ്ങളുമുണ്ട്, പിങ്ക് നിറമുള്ള പൂക്കളുള്ള ചെറി മരങ്ങളുമുണ്ട്. അതിമനോഹരമായ കാഴ്ചയാണ്. ചെറി സീസണിലാണ്, ചെറി ബ്ലോസം സീസണിലാണ് ജപ്പാനിൽ ഏറ്റവും അധികം ടൂറിസ്റ്റുകൾ എത്തുന്നത്. ടൂറിസം സീസണാണത്. നമ്മുടെ ഓണക്കാലം പോലെയാണ് അവർക്കത്. അപ്പോൾ ഈ കാഴ്ചകളെല്ലാം കണ്ടിങ്ങനെ പോവുകയാണ്. അങ്ങനെ പോയി നഗരം പിന്നിട്ടു. കുറേ ദൂരം ഓടി, ഏകദേശം 1 മണിക്കൂറിലേറെ ഓടിക്കാണും. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വണ്ടി ഒരു ബ്ലോക്കിൽ പെടുന്നു. സാധാരണ ആ സമയത്ത് അങ്ങനെ ഒരു ബ്ലോക്ക് ഉണ്ടാവാറുള്ളതല്ല. നമ്മുടെ ഗൈഡും ഡ്രൈവറും ഒക്കെ പറഞ്ഞു ഇതിങ്ങനെ ഉണ്ടാകുന്ന അസാധാരണമാണ്. കുറച്ച് നേരം വണ്ടി ആ ബ്ലോക്കിൽ അങ്ങനെ കിടന്നു. നോക്കുമ്പോൾ അങ്ങ് മുമ്പോട്ട് കുറേയേറെ വാഹനങ്ങൾ ഇങ്ങനെ ലൈൻ ഒപ്പിച്ച് കിടക്കുകയാണ്. അത് 3 വരിയുള്ളൊരു പാതയാണ്. ഈ 3 വരിയുള്ള പാതയിൽ 2 വരികളിലും വാഹനങ്ങളാണ്. അതിൽ സെൻറ്ററിലെ ഒരു ലൈൻ ഒരു വാഹനവുമില്ല. ഈ ട്രാഫിക് ബ്ലോക്ക് ആയതോടുകൂടി എല്ലാ വാഹനങ്ങളും ഈ 2 വരി പാതകളിൽ കറക്റ്റ് ആ ലൈനിനകത്ത് വാഹനങ്ങൾ വരത്തക്ക പോലെ നിർത്തിയിട്ടിരിക്കുന്നു. അതിൻ്റെ ഒരു ലൈന് പൂർണ്ണമായിട്ട് ഒഴിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് അത്ഭുതമായി. നമ്മുടെ നാട്ടിലാണെങ്കിൽ അങ്ങനെയല്ലല്ലോ സംഭവിക്കേണ്ടത്. എവിടെയെങ്കിലും ഒരല്പം ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതിലൂടെ മറ്റെല്ലാ വാഹനങ്ങളും പുറകിൽ, ഏറ്റവും പുറകിൽ കിടക്കുന്നവനും മുമ്പിൽ ക്യൂ പാലിച്ച് കിടക്കുന്നവരെ എല്ലാം പരിഹസിക്കുന്ന മട്ടിൽ, അവരെ എല്ലാം ഇളിഭ്യരാക്കുന്ന മട്ടിൽ അതിനിടയ്ക്ക് കൂടെ തിരികെ കയറ്റി, പ്രത്യേകിച്ച് ലൈൻ ബസ്സുകളായിരിക്കും, ഏറ്റവും മുമ്പിൽ ചെന്നാൽ അവന് മാത്രം കയറ്റി പോകാനുള്ളൊരു സ്ഥലം അവിടെ ഉണ്ടാവും എന്നുള്ള മണ്ടൻ വിശ്വാസത്തോടെ കയറി പോകുന്ന കാഴ്ച നമ്മൾ നിരന്തരം കാണുന്നത്. അടച്ചിട്ടിരിക്കുന്ന റെയിൽവേ ക്രോസിലേക്ക് വരെ അത് വേണമെങ്കിൽ ഇടിച്ച് തകർത്ത് പോയി കളയുന്ന മട്ടിൽ പോകുന്ന വാഹനങ്ങളുണ്ട്. പ്രൈവറ്റ് കാറുകളുമുണ്ട്, പ്രൈവറ്റ് ബസ്സുകളുമുണ്ട്, KSRTC ബസ്സുകളും ഒക്കെ ഉണ്ട്. ഇത് നമ്മളെ ധാർമ്മിക രോഷം അങ്ങേറ്റത്തെത്തിക്കുന്ന പല കാഴ്ചകളും നമ്മുടെ നാട്ടിൽ കാണുന്നതാണ്. ഇവിടെ അതല്ല സംഭവിക്കുന്നത്. ഇവിടെ ഈ 3 ട്രാക്കുള്ള റോഡിലെ 2 ട്രാക്കിൽ ഏതൊക്കെ ട്രാക്കിൽ ആരൊക്കെയാണോ കിടക്കേണ്ടത് ആ ട്രാക്കിൽ മാത്രം കിടക്കുന്നു. ഈ 3ാമത്തെ ട്രാക്ക് അങ്ങ് പുറകു മുതൽ അങ്ങ് മുൻപ് വരെ നമ്മൾ കാണുന്നത്ര ദൂരം ഫ്രീ ആയിട്ട് കിടക്കുന്നു. ഒന്നും മനസ്സിലാകുന്നില്ല. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഫ്രീ ആയി കിടക്കുന്ന ട്രാക്കിലൂടെ ആംബുലൻസുകൾ പോകുന്നത് കണ്ടു. അപ്പോൾ നമുക്ക് മനസ്സിലായി മുമ്പിൽ എന്തോ ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ടാവും. അപ്പോഴും ഇതാരോടും ചോദിക്കാൻ പറ്റുന്നില്ല. 1 മണിക്കൂർ കഴിഞ്ഞു. അപ്പോഴത്തേക്കും ഈ 1 മണിക്കൂറിനിടയ്ക്ക് പല ആംബുലൻസുകൾ കടന്നു പോകുന്നു, റെസ്ക്യൂ വാഹനങ്ങൾ കടന്നു പോകുന്നു. അപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, അപകടം, ഇത് ഗൗരവമായ അപകടമാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗൈഡ് മൊബൈൽ ഫോണിൽ വാർത്ത വെച്ച് നോക്കുമ്പോൾ ആകാശത്തു നിന്നുള്ള കാഴ്ചകൾ ലൈവ് സംപ്രേഷണം നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ തലയ്ക്ക് മുകളിൽ ഹെലികോപ്റ്ററുകൾ പറക്കുന്ന ശബ്ദം കേൾക്കാം. ഹെലികോപ്റ്ററുകൾ വട്ടമിട്ട് പറക്കുന്നുണ്ട്. അവരവിടെ നിന്ന് ലൈവ് ഷൂട്ട് ചെയ്യുന്നുണ്ട്, അത് സംപ്രേഷണം ചെയ്യുന്നുണ്ട്. ആ ന്യൂസ് കണ്ടിട്ട് ഗൈഡും ഡ്രൈവറും കഥ പറയുന്നു. ഇവിടെ മുമ്പിൽ ഒരു 2 കിലോമീറ്റർ മുൻപിൽ ഒരു ടണലുണ്ട്. ആ ടണലിൽ 2 ബസ്സുകൾ കൂട്ടിയിടിച്ചിരിക്കുന്നു. ജപ്പാനല്ലേ, അപകടം ഉണ്ടായാലും പെട്ടെന്ന് ക്ലിയർ ചെയ്യും എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങളങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ 1.5 മണിക്കൂറായി,
2 മണിക്കൂറായി, ഒന്നും സംഭവിക്കുന്നില്ല. മാത്രമല്ല വേറൊരു പ്രശ്നം കൂടെ ഉണ്ടായിരിക്കുന്നു. ഈ ബസ്സിനകത്ത് 2 സ്ത്രീകൾക്ക് ടോയ്ലറ്റിൽ പോകണം, മൂത്രം ഒഴിക്കണം. ഇനിയും 1.5 മണിക്കൂറുടെ യാത്ര ചെയ്തെങ്കിലേ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തും എത്തൂ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ധാരാളം ജ്യൂസും വെള്ളമൊക്കെ കുടിച്ച ആളുകളാണ്. വണ്ടിക്കകത്തിരുന്നും വെള്ളമൊക്കെ കുടിച്ചു. സ്ത്രീകൾക്ക് എങ്ങനെ പുറത്തു പോകാൻ പറ്റും? എങ്ങനെ ടോയ്ലറ്റിൽ പോകാൻ പറ്റും? ഇങ്ങനൊരു ആവശ്യം നമ്മുടെ പാസഞ്ചേഴ്സ്, നമ്മുടെ ടൂർ മാനേജർ സമീലിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സമീലത് നമ്മുടെ ലോക്കൽ ഗൈഡിൻ്റെ അടുത്ത് പറയുന്നു, ഡ്രൈവറുടെ അടുത്ത് പറയുന്നു. അവരത് സമ്മതിക്കുന്നില്ല. ഞാനപ്പോൾ നമ്മുടെ ലോക്കൽ ഗൈഡ്, ജാപ്പനീസ് ഗൈഡിനോട് പറഞ്ഞു, സുഹൃത്തെ, ഒരു സ്ത്രീക്ക് പുറത്തിറങ്ങണം എന്ന ഒരു ഗൗരവമായ സ്ഥിതി വന്നാൽ ഈ രാജ്യത്തെ നിയമത്തേക്കാൾ പ്രധാനം അതാണ്. അതൊരു എമർജൻസി സിറ്റുവേഷനാണ്. ഇനിയും അവർക്ക് അധികം നേരം പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് അവർ പറയുന്നു. ആ സാഹചര്യത്തെ നമ്മൾ ഗൗരവമായിട്ട് കാണുക തന്നെ വേണം. ഇതിനെ തുടർന്ന് എന്ത് കോൺസിക്വൻസ് ഉണ്ടായാലും അത് നമ്മൾ നേരിടേണ്ടി വരും. ഞാൻ തീർച്ചയായിട്ടും അത് നേരിടാൻ തയ്യാറാണ്. അത്ര നിവൃത്തികെട്ട സ്ഥിതിയിലേക്ക് അവരെത്തിയിരിക്കുന്നു. ഇത്രയും പറഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, ശരി, എന്നാൽ പിന്നെ ഇറങ്ങും. പക്ഷേ നിങ്ങൾ ഈ ബസ്സിൻ്റെ ഒരു സൈഡ് ചേർന്ന് കാര്യം സാധിക്കണം. അപ്പോഴത്തേക്കും അവിടെ നിന്ന് 2 ഷോളൊക്കെ ആയിട്ട് 2 സ്ത്രീകൾ കൂടി പുറത്തിറങ്ങി. ഷോള് കൊണ്ടൊരു താൽക്കാലിക ടോയ്ലറ്റ് പോലെ ഒരു സൗകര്യം അവർ മറച്ചുണ്ടാക്കി. ആ റോഡ് സൈഡിൽ അവർ കാര്യം സാധിച്ചു, തിരിച്ചു വന്നു. എന്നിട്ടും ഈ ബസ്സിൻ്റെ യാത്ര തുടരുന്നതിനെക്കുറിച്ച് ഒരു ധാരണയും ഉണ്ടാകുന്നില്ല, ഒരു തീരുമാനം ഉണ്ടാകുന്നില്ല, ഒരു വിവരവും കിട്ടുന്നില്ല. എപ്പോൾ യാത്ര പുറപ്പെടും? കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് കുറച്ച് ക്രെയിനുകളൊക്കെ വളരെ സാവധാനത്തിൽ അങ്ങ് പോകുന്നത് കാണുന്നത്. അപ്പോൾ ഈ ക്രെയിനുകൾ, ഈ ആക്സിഡൻറ്റ് നടന്നിട്ട് അപ്പോഴത്തേക്ക് ഏതാണ്ട് 3 മണിക്കൂറായി. 3 മണിക്കൂർ കഴിയുമ്പോഴാണ് വേണമെങ്കിൽ 1 മണിക്കൂറിനകം ടോക്കിയോയിൽ നിന്ന് പോലും വരാവുന്ന ക്രെയിനുകൾ സാവധാനം പോകുന്നത്. അപ്പോഴാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നത്, ജപ്പാൻ എന്ന ആധുനിക സംവിധാനങ്ങളുള്ള ഒരു രാജ്യത്ത് ഒരപകടം നടന്നാൽ കാര്യങ്ങൾ എത്ര ഉദാസീനമായി, എത്ര സ്ലോയിലാണ് നടക്കുന്നതെന്ന്. അപ്പോൾ ആ ബസ്സിലിരുന്ന് ഞങ്ങൾ ചർച്ച ചെയ്തൊരു കാര്യം ഇതാണ്. നമ്മുടെ നാട്ടിലാണ് ഇത്തരം ഒരു അപകടം ഉണ്ടായെങ്കിൽ ആ ബസ്സുകളെ നാട്ടുകാരെല്ലാം കൂടെ, ആ ബസ്സിൽ വന്നവരെ, വാഹനങ്ങളിൽ വന്നവരെല്ലാവരും കൂടെ അങ്ങ് ഇറങ്ങുന്നതായി, ആ ബസ്സിലുള്ള യാത്രക്കാരെ കിട്ടിയ വാഹനങ്ങളിൽ കയറ്റുകയായി, ഏറ്റവും അടുത്ത ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായി. മാത്രമല്ല ആ ബസ്സും അപകടം ഉണ്ടാക്കിയ വാഹനങ്ങളൊക്കെ ആ സൈഡിലേക്ക് ഒതുക്കിയിട്ട് പരമാവധി 1 മണിക്കൂറിനകം വഴി ക്ലിയർ ചെയ്ത് എല്ലാവരും പറഞ്ഞുവിടും. ഇത് ഏറ്റവും ആധുനികതയുടെ നിറുകത്ത് നിൽക്കുന്ന ഒരു രാജ്യത്ത്, ഏറ്റവും ആധുനികതയുടെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന ഒരു രാജ്യത്ത് ഒരപകടം ഉണ്ടായി 3 മണിക്കൂറായി കഴിയുമ്പോഴാണ് പയ്യെ ക്രെയിൻ പോലും എത്തുന്നത്. ഞങ്ങളുടെ തൊട്ട് മുമ്പിലുള്ളതൊരു ബൈക്കാണ്. ഈ ബൈക്കുകാരൻ്റെ മുമ്പിൽ ഒരു കാറാണ്. ഈ ബൈക്കുകാരനും കാറുകാരനും തമ്മിൽ ഏകദേശം ഒരു 30 അടി ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. ഈ ബൈക്കുകാരന് വേണമെങ്കിൽ ഈ വാഹനങ്ങൾക്കിടയിലൂടെ ഏറ്റവും മുമ്പിലേക്ക് പോകാവുന്നതേ ഉള്ളൂ. വെയിലും കൊണ്ട്, നല്ല ഒന്നാന്തരം വെയിലത്ത് വെയിലും കൊണ്ട് ഈ ബൈക്കുകാരൻ ഈ കാറിൽ നിന്ന് ഒരു 15-20 അടി അകലം പാലിച്ച് ആ ക്യൂവിൽ കിടക്കുകയാണ്. ഇന്ത്യയിൽ കാണാൻ കിട്ടുന്ന കാഴ്ചയാണത്. അത്ഭുതപ്പെട്ടു പോയി. അപ്പോൾ ഈ 2 കാഴ്ചകൾ, ഒന്ന് അച്ചടക്കത്തിൻ്റെ അങ്ങേയറ്റം, ഈ അച്ചടക്കവും നിയമം പാലിക്കുന്നതിൻ്റെ പേരിലുണ്ടാക്കുന്ന ഗതാഗത പ്രശ്നങ്ങൾ മറ്റൊരു ഭാഗത്ത്. അവിടെ ഒരു സിസ്റ്റമുണ്ട്. ആക്സിഡൻ്റ് ഉണ്ടായാൽ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റോ ആംബുലൻസുകാരോ വന്നേ മാത്രമേ അപകടം പറ്റിയ ആളുകളെ അവിടുന്ന് മാറ്റൂ. ഒടുവിൽ ഏതാണ്ട് ഒരു 3.5 മണിക്കൂർ പിന്നിട്ടപ്പോഴത്തേക്കും വാഹനങ്ങൾ പയ്യെ ചലിച്ചു തുടങ്ങി. ഞങ്ങളും പയ്യെ ചലിച്ചു. ഓടി ടണലിലേക്ക് കയറുമ്പോൾ കാണുന്ന കാഴ്ച എന്തെന്നറിയോ? ഒരു ബസ്സിൻ്റെ പിന്നിൽ മറ്റൊരു ബസ് പോയി ഇടിച്ചതാണ് സംഭവിച്ചിരിക്കുന്നത്. ആ ഇടിയെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഒരു നിസാര ഇടിയാണ്. പുറകിൽ നിന്ന് വന്ന് ഇടിച്ച ബസ്സിൻ്റെ മുൻഭാഗത്ത് കുറച്ച് ഡാമേജ് പറ്റിയിട്ടുണ്ടെങ്കിലും ആളുകൾക്ക് പരിക്കേൽക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് ആ ബസ്സിൻ്റെ രൂപം കണ്ടപ്പോൾ മനസ്സിലായി. ഇങ്ങനെ ഒരു ചെറിയ അപകടത്തിന് വേണ്ടിയിട്ടാണ്, ആ അപകടം ഉണ്ടാക്കിയ പ്രശ്നം മൂലമാണ് 3-3.5 മണിക്കൂർ നേരം ആയിരക്കണക്കിന് വാഹനങ്ങളെ ബ്ലോക്കാക്കിയത്. അപ്പോൾ ബസ്സിലിരുന്ന് നമ്മുടെ സംഘത്തിലെല്ലാവരും മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് പറഞ്ഞു, ഇതൊക്കെ നമ്മുടെ നാട്ടിലായിരിക്കണം, 1/2 മണിക്കൂർ കൊണ്ട് പ്രശ്നം തീർത്ത് നമ്മൾ പണ്ട് സ്ഥലത്തെത്തിയനെന്ന്. അപ്പോൾ സാങ്കേതികത്വത്തിൻ്റെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന ഒരു ജപ്പാനിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആ രാജ്യത്തിൻ്റെ സിസ്റ്റങ്ങളോട് നമുക്കൊരു മതിപ്പുകേടും കൂടി ഉണ്ടാക്കുന്നതായി ആ യാത്ര. മധ്യപ്രദേശ്, ആൻഡമാൻ, ലക്നൗ, ബറോഡ, നാഷിക്, ഡൽഹി, ആഗ്ര, ഗോളിയോർ. സഞ്ചാരം പെൻഡ്രൈവ് വോള്യം നമ്പർ 22. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222.